ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വെളിപ്പെടുത്തി കഴിഞ്ഞു. 15 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. അവിടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ കൃത്യമായി നിർണയിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന 5 ഇടങ്ങളിൽ ഒരിടത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ്. അത് കോട്ടയത്താണ്. അവിടെയും തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരിക്കുന്നു. ശേഷിക്കുന്ന 4 ഇടങ്ങൾ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. കോട്ടയത്തെ സീറ്റ് കഴിഞ്ഞാൽ ശേഷിക്കുന്ന 4 ഇടങ്ങൾ. 4 ഇടങ്ങളിൽ CPI സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുവാൻ പോകുന്നത്. ആ CPI സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും CPIയുടെ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളിക്കളത്തിൽ ഇറങ്ങുവാൻ പോകുന്നത്? CPIക്ക് നിലവിൽ നൽകിയിരിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര, വയനാട്. ഈ 4 ലോക്സഭാ മണ്ഡലങ്ങൾക്കും ഒരു പ്രശ്നമുണ്ട്. വിജയസാധ്യത വളരെ കുറവുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്നത്. തൃശ്ശൂരിലും BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു. പക്ഷേ BJPയേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷത്തിന് നേടാൻ സാധിച്ചു. അതായത് തൃശ്ശൂരിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന തരത്തിലേക്കായിരുന്നു മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തേക്ക് വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതും തൃശ്ശൂരിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരം എന്ന് തന്നെയാണ്. ശേഷം മാവേലിക്കരയിൽ കഴിഞ്ഞ 3 തവണയായി നിരന്തരമായി വിജയിച്ചു വരുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന രാഷ്ട്രീയ നേതാവിനെ മറികടന്നുകൊണ്ട് ഒരു വിജയം എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അവിടെയാണ് CPIക്ക് 3ാമത് സീറ്റ് നൽകിയിരിക്കുന്നത്. പിന്നെയുള്ളത് സാക്ഷാൽ വയനാട്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അങ്ങനെ UDF കക്ഷികൾക്കെല്ലാം വിജയപ്രതീക്ഷയുള്ള, വിജയിക്കുവാൻ സാധ്യത ഏറെയുള്ള വയനാട്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി എന്ന ശക്തനായ രാഷ്ട്രീയ നേതാവ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യത വളരെ 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 കുറവുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് CPI മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങൾ അത്രയും അവർ വിജയിച്ചു വന്നിരുന്ന ആ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2024 വരുമ്പോൾ ആ സാധ്യത വീണ്ടും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് വിജയിക്കുവാൻ അത്രമേൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ഇക്കുറി മത്സരിപ്പിക്കണം. വിജയസാധ്യത മാത്രമാണ് പരിഗണിക്കുന്നത്, മറ്റ് സമവാക്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് CPIയുടെ ഇത്തവണത്തെ നിലപാട്. അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ അവലോകനങ്ങളിലൂടെ, കൃത്യമായ ചർച്ചകളിലൂടെ വിജയസാധ്യത ഏറെയുള്ള 3-അംഗ സംഘ സ്ഥാനാർത്ഥി പട്ടിക നിർണയിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന രീതിയാണ് ഇക്കുറി CPI എടുക്കുന്നത്. കാലങ്ങളായി എടുക്കുന്ന രീതിയും അതാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തേക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തനായ, കുറച്ചുകൂടി വിജയസാധ്യത ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പരിഗണിക്കുവാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് കോൺഗ്രസിന്റെ ശശി തരൂരാണ്. ശശി തരൂരും BJPയും തമ്മിലായിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ശക്തമായി നടന്നിരുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് 2ാം സ്ഥാനത്തേക്ക് വന്നത്. CPIയുടെ സ്ഥാനാർത്ഥി C ദിവാകരൻ 3ാം സ്ഥാനത്തേക്ക് പോയ ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇക്കുറി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,16,131 വോട്ടുകളായിരുന്നു ശശി തരൂർ കരസ്ഥമാക്കിയത്. 41.19% വോട്ടുകൾ നേടി 7.10 വോട്ടിന്റെ വർധനമുണ്ടായി. നിയമമൊഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും 2ഉം 3ഉം സ്ഥാനത്തേക്ക് പോയെങ്കിലും നിയമത്ത് 1ാം സ്ഥാനത്തേക്ക് വന്നത് BJPയുടെ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം 3,16,142 വോട്ടുകൾ കരസ്ഥമാക്കി 31.30% വോട്ടുകൾ നേടി. 1.02 വോട്ടിന്റെ കുറവ് പക്ഷെ കുമ്മനം രാജശേഖരൻ അവിടെ ഉണ്ടായി. അവിടെ C ദിവാകരനിലേക്ക് വരുമ്പോൾ CPIയുടെ സ്ഥാനാർത്ഥി C ദിവാകരൻ അവിടെ നേടിയത് 2,58,556 വോട്ടുകളാണ്. 25.60% വോട്ടുകൾ നേടി. 2.90% വോട്ടിന്റെ കുറവ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായി. 99,989 വോട്ടുകൾ ഭൂരിപക്ഷം നേടി ശശി തരൂർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചു. അവിടെ ഇക്കുറി ശശി തരൂരിനെ മലർത്തിയടിക്കുവാനെത്തുന്നത് തിരുവനന്തപുരത്തെ മുൻ MP ആയിരുന്ന, തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള CPIയുടെ ശക്തനായ നേതാവായ, CPIയുടെ മുഖമായുള്ള പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ മത്സരിക്കുവാൻ വലിയ വിയോജിപ്പ് കാണിച്ചിരുന്നു. പിന്നീട് മന്ത്രി GR അനിൽകുമാറിലേക്കൊക്കെ ചർച്ച നീണ്ടു. ഒടുവിൽ പന്ന്യൻ രവീന്ദ്രൻ താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പാർട്ടി അറിയിച്ചിരിക്കുന്നു. CPIയുടെ സ്ഥാനാർത്ഥി ഇവിടെ പോരാട്ടം നടക്കുവാൻ പോകുന്നത് ശശി തരൂരും CPIയുടെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ഒരു പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന രാജീവ് ചന്ദ്രശേഖരനും തമ്മിലായിരിക്കും. BJP ഒന്നുകൂടി ഉറപ്പിക്കുവാനുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന നിലവിൽ ഇപ്പോൾ പേര് വന്നു നിൽക്കുന്നു.
എന്നിരുന്നാലും അവിടെ മറ്റാരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക. അങ്ങനെയെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമെന്ന് നിസ്സംശയം പറയാം. ശശി തരൂർ ഒരു ഭാഗത്ത്, രാജീവ് ചന്ദ്രശേഖരൻ മറുഭാഗത്ത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തിരുവനന്തപുരം തിരിച്ചുപിടിക്കുവാൻ CPIയുടെ ശക്തനായ നേതാവ്, LDFന്റെ ശക്തനായ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ കളത്തിലിറങ്ങുന്നു. ഇനി രണ്ടാമത് മാവേലിക്കരയിലേക്ക് വരുമ്പോൾ, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണ് കഴിഞ്ഞ 2-3 തവണയായി വിജയിച്ചു വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,40,415 വോട്ടുകൾ നേടി. അവിടെ ചിറ്റയം ഗോപകുമാറായിരുന്നു CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അദ്ദേഹം 3,79,277 വോട്ടുകൾ നേടി. അതായത് അവിടെയും CPIക്ക് കാര്യമായ നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചില്ല. അവിടെ ഇക്കുറി CPI ഇറക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥി CA അരുൺകുമാറാണ്. CA അരുൺകുമാറിനെ പോലെ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ 3 തവണയായി വിജയിച്ചു വരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ മടുത്ത ജനങ്ങൾക്ക് മുമ്പിൽ പുതിയ ഒരു യുവ നേതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ വിജയം സാധ്യമാക്കാമെന്ന ബോധ്യത്തിലാണ് CPI ഉള്ളത്. അതിന് സാധ്യതകളുമുണ്ട് എന്നാണ് പല എക്സിറ്റ് പോളുകൾ വരുന്നത്. എന്നിരുന്നാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരു നേതാവിനെ മാവേലിക്കരയിൽ വീണ്ടും നിർത്തി വിജയിപ്പിക്കുവാൻ കഴിയും. അത്രമേൽ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ആ അവകാശവാദങ്ങളെ മറികടന്നുകൊണ്ട് ചിറ്റയം ഗോപകുമാറിന് നേടാൻ കഴിയാതെ പോയ മാവേലിക്കര ലോക്സഭാ മണ്ഡലം CA അരുൺകുമാറിനെ ഉപയോഗിച്ച് നേടുവാനാണ് CPIയുടെ ഇക്കുറിയുള്ള തന്ത്രം. വയനാട്ടിൽ ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ, രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുവാൻ പോകുന്ന CPI സ്ഥാനാർത്ഥി ആനി രാജയാണ്. മുതിർന്ന വനിതാ നേതാവും CPIയുടെ മുഖമായിട്ടുള്ള വനിതാ നേതാക്കന്മാരുടെ നേതാവും ഒക്കെയായുള്ള ആനി രാജയാണ് ഇക്കുറി രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുവാൻ പോകുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി വിജയിച്ചത്. അമേഠിയിലും വയനാട്ടിലുമായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. അമേഠിയിൽ പരാജയപ്പെട്ടു പോയി. വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ 7,06,367 വോട്ടുകൾ നേടി 64.94% വോട്ടുകൾ നേടി 23.73% വോട്ടുകളുടെ വർധനവ് രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടാക്കി. അന്ന് അക്കുറി CPIയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് PP സുനീർ ആയിരുന്നു. അദ്ദേഹം 2,74,597 വോട്ടുകൾ നേടി 25.24% വോട്ടുകൾ നേടി 13.68% വോട്ടിന്റെ കുറവുണ്ടായി. PP സുനീറിന് പകരം ഇക്കുറി CPI കളത്തിലിറക്കുന്നത് ആനി രാജയാണ്. ശക്തനായ സ്ഥാനാർത്ഥി D രാജയുടെ ഭാര്യ ആനി രാജ കളത്തിലിറങ്ങുന്നു. ആനി രാജ മത്സരിക്കുമ്പോൾ അവിടെ വിജയപ്രതീക്ഷയുണ്ട് CPIക്ക്. പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുവാൻ ആനി രാജയ്ക്ക് കഴിയുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. അദ്ദേഹം 78,816 വോട്ടുകൾ കരസ്ഥമാക്കി 7.25% വോട്ടുകൾ നേടി. അവിടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് നേടുവാൻ സാധിച്ച ഭൂരിപക്ഷം 4,31,770 വോട്ടുകളായിരുന്നു. അത് ഈ കുറി ആനി രാജയെ കൊണ്ട് തകർത്തെറിയുവാൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ, തൃശ്ശൂരും കടുത്ത പോരാട്ടം നടക്കുവാൻ സാധ്യതയേറെ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ ഇക്കുറി CPI മത്സരിപ്പിക്കുന്നത് ശക്തനായ ഒരു നേതാവിനെയാണ്. അവിടെ സുരേഷ് ഗോപി ഇത്തവണയെങ്കിലും തൃശ്ശൂരിനെ എടുക്കണം, തൃശ്ശൂരിനെ തിരിച്ചുപിടിക്കണമെന്ന ആത്മവിശ്വാസത്തിൽ മത്സരിക്കുവാൻ നിൽക്കുമ്പോൾ TN പ്രതാപന്റെ പ്രതാപത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ 2019 പോലെ വീണ്ടും UDFന് അധികാരത്തിൽ വരുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,15,089 വോട്ടുകൾ അദ്ദേഹം കരസ്ഥമാക്കി 39.8% വോട്ടുകൾ നേടി 1.68% വോട്ടിന്റെ വർധനമുണ്ടാക്കി. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് രാജാജി മാത്യു തോമസ് ആണ്. അദ്ദേഹം 3,21,456 വോട്ടുകൾ കരസ്ഥമാക്കി 30.9% വോട്ടുകൾ നേടി 11.37% വോട്ടുകളുടെ കുറവാണ് CPIക്ക് അവിടെ ഉണ്ടായത്. അവിടെ സുരേഷ് ഗോപിയാണ് മേൽക്കൈ നേടിയത്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണത്തേക്കാൾ 17.05% വോട്ടുകൾ കൂടുതൽ നേടി 28.2% വോട്ടുകൾ നേടി 2,93,822 വോട്ടുകൾ കരസ്ഥമാക്കി. സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോയി എങ്കിലും വോട്ട് വർധന ഉണ്ടാക്കുവാൻ അവിടെ സാധിച്ചു. CPIക്ക് വലിയ വോട്ട് ഇടിവുണ്ടായി. അതുകൊണ്ട് ഇക്കുറി അവിടെ മത്സരിപ്പിക്കുവാൻ പോകുന്നത് VS സുനിൽകുമാറിനെയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സുനിൽകുമാർ അവിടെ TN പ്രതാപനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ TN പ്രതാപനെയും സുരേഷ് ഗോപിയെയും മറികടന്നുകൊണ്ട് VS സുനിൽകുമാറിനെ അവിടെ വിജയിപ്പിച്ചെടുക്കുവാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് CPIയുടെ സാധ്യതാ പട്ടിക, ഇങ്ങനെയാണ് CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക. ഇത് 90% ഇങ്ങനെ തന്നെ ആകുവാനാണ് സാധ്യത ഏറെയും. ഇവിടെ വിജയിക്കുന്നത് ആര് എന്നറിയേണ്ടതുണ്ട്. വിജയ് ആരായിരിക്കും? CPIക്ക് ഒരു സീറ്റെങ്കിലും നേടുവാൻ സാധിക്കുമോ ഇക്കുറിയെങ്കിലും എന്ന് കണ്ടറിയണം, കാത്തിരുന്നറിയണം.